പ്രിയമുള്ളവരെ, ഒരു ദൈർഘ്യമേറിയ സാക്ഷ്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ആ സാക്ഷ്യം നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് പറ്റിയില്ല. അതിൻ്റെ തുടർച്ചയിലേക്ക് നമ്മൾ ഈ എപ്പിസോഡിൽ കടന്നു വരികയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയോട് ചേർന്ന് ആ തുടർച്ചയിലേക്ക് പ്രവേശിച്ച് ഈ സാക്ഷ്യം നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ യേശു മാത്രമാണെന്ന് ദൈവമെന്നും ആ ദൈവം സംസാരിക്കുന്ന ഒരു ദൈവമാണെന്നും എനിക്ക് പാതിരാവിൽ ബോധ്യമായത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈശോയെ, എൻ്റെ അമ്മയെ ഈ ചങ്ങലയിൽ നിന്ന് എനിക്ക് മോചിപ്പിച്ച് തരണമെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ ആ സമയത്ത് തന്നെ എന്തോ എന്ന് വിളി കേൾക്കും. അത് വിളി കേൾക്കണം. അതുകൂടാതെ ഈശോ ഇങ്ങനെ എന്നോട് പറയാം, മകളെ, നിന്നെ ഒരു കുടുംബത്തെ ഞാൻ രക്ഷിക്കാം. കേട്ടു അങ്ങനെ ഒരു സ്വരം. അപ്പോൾ എനിക്ക് ആ നിമിഷം ഒരു ബോധ്യമായ ഒരു ഇതെന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തു ജീവിക്കുന്ന ഒരു ദൈവവും ഒപ്പമായ ആ ദൈവം സംസാരിക്കുന്ന ഒരു ദൈവമാണെന്ന് ഒരു ബോധ്യം എനിക്ക് ലഭിച്ചു. പക്ഷെ അങ്ങനെ അന്ന് ആ കാര്യങ്ങളെല്ലാം അങ്ങനെ നടന്ന് അവിടെ അവസാനിച്ചെങ്കിലും എൻ്റെ ചങ്ങലയിൽ കിടക്കുന്ന അമ്മ ചങ്ങലയിൽ തന്നെ കിടക്കുന്നു. ഇരിക്കുന്ന എനിക്ക് അതേ അവസ്ഥയിൽ തന്നെ രോഗം ഇരിക്കുന്നു. അതുപോലെ തന്നെ മോനാണേലും ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ പിറ്റേ ദിവസം തന്നെ വീണ്ടും ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഈ സഹോദരൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഞാൻ ഈ വിവരങ്ങളെല്ലാം അദ്ദേഹത്തിനോട് വീണ്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷമായി. വീണ്ടും എന്നെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ രോഗത്തോട് കൂടി തന്നെ കൂട്ടായ്മകളിലേക്കൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആഴ്ചകൾ മാസങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കൂത്താട്ടുകുളം തിരുക്കുടുംബ ദേവാലയത്തിൽ ഒരു കൺവെൻഷൻ നടക്കുന്നതായിട്ട് ഇങ്ങനെ ഈ ബ്രദർ പറഞ്ഞു. അല്ലാതെ പലരും എന്നോട് പറയാനിടയായി. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്. ഞാനിങ്ങനെ കൂട്ടായ്മയിലൊക്കെ പോകണമെങ്കിൽ അങ്ങനെ ഒരു ചെറിയ വചനം കേൾക്കണം, അല്ലാതെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വചനം കേൾക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ വചനം കേൾക്കാനായിട്ട് കടന്നു ചെന്നിരുന്ന് കഴിഞ്ഞപ്പം നമ്മുടെ നായ്ക്കമ്പറമ്പലച്ചനും പനക്കലച്ചനും ഒക്കെയാണ് പറയാനായിട്ട് വന്നേക്കണേ. പകൽ കൺവെൻഷൻ അല്ല, സായാഹ്ന കൺവെൻഷൻ തിരുക്കുടുംബ ദേവാലയത്തിൽ കൂത്താട്ടുകുളത്ത്. അന്ന് ചെറിയ പള്ളിയാണ്, ഇപ്പോൾ വലിയ മാറി. അപ്പോൾ ഇത് വന്ന് സായാഹ്ന കൺവെൻഷൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഈ പനക്കലച്ചൻ ആരാണ്, നായ്ക്കമ്പറമ്പലച്ചൻ ആരാന്നൊന്നും എനിക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ വചനങ്ങൾ കേൾക്കുക. പക്ഷേ എന്നിലേക്കൊരു വചനം കടന്നു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീയും പരസ്പരം സ്നേഹിക്കുക. അപ്പോൾ അതൊരു എനിക്കൊരു ക്ലിക്കായി. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കാൻ എന്നിലൊരു യോഗ്യതയൊന്നുമില്ല. കാരണം ഞാൻ ഒരുപാട് വലിയൊരു പാവിയാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് വന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു നാത്തൂൻ ചേച്ചിയോട്, അതായത് ജീവിത പങ്കാളിയുടെ ഒരു പെങ്ങളോട് വർഷങ്ങളായി ഞാൻ മിണ്ടിയിട്ട്. അവരെ കാണുമ്പോൾ ഞാൻ മുഖം തിരിച്ചു പോകും. കൊച്ചുങ്ങളെ ആരും കാണുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അതുപോലൊരു വിഷമമുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഈ ദൈവം എന്നെ ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വചനം കേട്ടിട്ട് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം കൺവെൻഷനുണ്ട്. അല്ല, അന്ന് കൺവെൻഷൻ അവിടെ അവസാനിച്ചിരിക്കുന്നു. ഞാൻ പിറ്റേ ദിവസം ഞാൻ ഈ വീടിൻ്റെ താഴെ പോകാനായിട്ട് ഇടയാവുകയാണ്. അപ്പോൾ പോകുന്നത് വേറൊരു വീട്ടിലേക്ക് ഞാൻ എൻ്റെ ഈശോയെ അറിഞ്ഞ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പോകണം. ഞാൻ സൗഖ്യപ്പെട്ടിട്ടൊന്നുമില്ല. സൗഖ്യപ്പെട്ടിട്ടില്ലെങ്കിലും ഞാൻ ഈ ഈശോയായിട്ട് സംസാരിച്ച കാര്യം, ഈ പ്രകാശം കൊണ്ട് നിറഞ്ഞ കാര്യമെല്ലാം എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കൊച്ച് തളർന്നു കിടപ്പുണ്ട്. അത് മലപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൊച്ചാണ്. പക്ഷെ അത് തളർന്നു കിടക്കുക. അതിനോട് ഇതൊന്ന് പറയാൻ, എൻ്റെ അസുഖം മാറിയിട്ടില്ലെങ്കിലും എനിക്ക് പറയാനൊരു തീക്ഷ്ണത. അപ്പം ഞാൻ അങ്ങനെ പോകുമ്പോൾ ഞാൻ മിണ്ടിയല്ലെന്ന് പറഞ്ഞ ഈ ചേച്ചിയുടെ വീടിൻ്റെ താഴെ പോണേ. അപ്പം ഞാനിങ്ങനെ പരിശുദ്ധ മാതാവിനോടൊക്കെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പോയി പ്രാർത്ഥിക്കാൻ പഠിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ആ വീടിൻ്റെ കീഴെ കടന്നു ചെല്ലുമ്പോൾ അവിടെ ആരെ കണ്ടാലും ശരിക്കും തുറന്ന ഹൃദയത്തോടെ, ചുമ്മാ ഈ മിണ്ടിയ പോരാ, എനിക്ക് തുറന്ന ഹൃദയത്തോടെ ഒന്ന് മിണ്ടണം. അപ്പം മാതാവേ, നീ ഒന്ന് ഈശോയോടൊന്ന് പറയണേന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ജപമാല ചൊല്ലി വേറെ ഒന്നും എൻ്റെ മനസ്സിൽ ചിന്തിക്കാതെ ഞാനിങ്ങനെ പോവുക. വീടിൻ്റെ കീഴെ ചെന്ന് നോക്കുമ്പോൾ മെയിൻ റോഡ്, വീട് ഇത്തിരി ഇങ്ങനെ മുകളിലേക്ക് കയറിയിരിക്കണേ. പക്ഷേ ആ വീടിനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ നാത്തൂൻ ചേച്ചി എന്നെ കാണും. അപ്പം കീഴെ നിൽക്കണേ എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ചേച്ചി റബ്ബർ വെട്ടിയിട്ട് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ചേച്ചി ഈ പാത്രവും പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിക്കുക, ജലജി എവിടെ പോകുവാന്ന്, സന്തോഷത്തോടെ. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയാച്ചാ. ഞാൻ ദൈവത്തിന് മനസ്സിൽ ഒത്തിരി നന്ദി പറഞ്ഞു. എൻ്റെ തമ്പുരാനെ, നീ ഇത്ര വലിയവനാണ്. ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനുമായി ഇണങ്ങി കഴിയുന്നു. അതൊക്കെ ഇപ്പോഴാട്ടോ അച്ഛാ എനിക്ക് ഇത്ര അറിയാമെന്ന് മനസ്സിലായത്. ഞാൻ അതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞാൻ തുറന്ന ഹൃദയത്തോടെ അവിടെ മിണ്ടി അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ഭയങ്കര സന്തോഷം. അതൊക്കെ കഴിഞ്ഞ് വീണ്ടും മാസങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ അസുഖം മാറാതെ വന്നപ്പോൾ പലരും പറഞ്ഞ് ഞാൻ ഈ ഡിവൈൻ ധ്യാന മന്ദിരത്തിലേക്ക് ഒരാഴ്ച താമസിച്ച് ധ്യാനം, അതും ആദ്യമായിട്ട് കൂടാൻ വരുവാണ്. അപ്പോൾ എൻ്റെ രോഗം ഇതായതുകൊണ്ട് ഈ യാത്ര വരെ ഡിവൈനിലേക്കുള്ള എനിക്ക് പ്രയാസമായിരുന്നു. കാരണം ഇത്രയും ദൂരം ഇല്ല, തിരുമാറാടിയിൽ നിന്ന് കൂത്താട്ടുകുളത്ത് നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് അത്രയും വഴി
അപ്പം ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ ടയേർഡായി, എല്ലാം എൻ്റെ രോഗവും ഇതാണല്ലോ. അപ്പം ഞാൻ വിഷമിച്ചു. ഇവിടെ വന്നിട്ടാണെങ്കിൽ 5ാം നിലയുടെ മുകളിലാണ് എനിക്ക് കിടക്കാൻ സീറ്റ് കിട്ടുന്നത്. അന്ന് ഇന്നത്തെ പോലെ ലിഫ്റ്റ് ഒന്നുമില്ല, ഞാൻ നടന്ന സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നു, അങ്ങനെ വന്നു. പക്ഷേ അച്ഛാ, ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നിട്ട് എനിക്ക് എൻ്റെ കണ്ണിന് കാണാൻ സാധിക്കണം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളോ. എന്നാന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ഒരു വലിയ ധ്യാനത്തിലേക്കൊന്നും കടന്നു ചെന്നിട്ടില്ല, ആദ്യമായിട്ട്. പക്ഷേ ഈ മക്കൾ ഞാൻ നോക്കുമ്പോൾ മലയാളം ധ്യാന ഹോള് നിറഞ്ഞ്, ബാൽക്കണിയെല്ലാം നിറഞ്ഞ് ആളുകളാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവർ ഒന്നും നിയന്ത്രിക്കാൻ ഒരു പോലീസോ ഒരു പട്ടാളോ ഒന്നും ഇല്ല. എല്ലാം അവരെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം. ഒരു ഭക്ഷണത്തിനായിട്ട് കടന്നു പോകണം, നമ്മളിപ്പോൾ പുറകെ നിൽക്കണമെങ്കിൽ അറിയാതെ ഒന്നും മുമ്പിൽ കയറിയാൽ അവിടെ വഴക്ക് പറയുന്നില്ല. എല്ലാവരും ക്യൂ ആയിട്ട് പോയി ഭക്ഷണം കഴിക്കുന്നു, വയ്ക്കുന്നു, റെഡിയായിട്ട് പോയി. ഭയങ്കര അത്ഭുതമായിരുന്നു. പക്ഷേ ധ്യാന കേന്ദ്രത്തിൽ കേൾക്കുന്ന എല്ലാ വചനവും എന്നോട് തന്നെ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഒരു വചനവും എൻ്റെ ഹൃദയത്തിൽ തട്ടി നിൽക്കുന്നില്ല. 4ാമത്തെ ദിവസം ഒരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അത് ഇന്നും ഒരു ജോസഫ് സാർ നമ്മുടെ ഡിവൈനി വചനം പറയണം, ഒരു പൊക്കം കുറഞ്ഞ് ആ ബ്രദർ ഇങ്ങനെ പറയുവാണ്, ആ മൈക്കിൻ്റെ മുമ്പ് ഇങ്ങനെ പറയും, ക്രിസ്തുദേവൻ പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ പുൽക്കൂട്ടിൽ പൂജാതിനായി. എന്നിട്ട് ഈ ബ്രദർ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, എവിടെ കീറപ്പടുന്നണിയുണ്ടോ അവിടെ ക്രിസ്തു ഉണ്ടേ എന്ന്. ഇത് പറയാനുള്ളൊരു കാരണം ഉണ്ട് അച്ഛാ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ മാനസിക രോഗിയാണെന്ന്. മാനസിക രോഗികളെ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഭവനത്തിൽ കണ്ടിട്ടുണ്ട്, തെരുവീതികളിൽ കണ്ടിട്ടുണ്ട്. ഇതിലെല്ലാം വ്യത്യസ്തമായിരുന്നു എൻ്റെ അമ്മയുടെ അവസ്ഥ. എൻ്റെ അമ്മയെ പ്രഭാതത്തിൽ ഒരു മുണ്ടുടിപ്പിച്ച സായാഹ്നമാകുമ്പോഴേക്കും കീറി പഴന്തുണി കഷ്ണമാക്കും. കുറച്ച് അരയെ കെട്ടും, കുറച്ച് കഴുത്തെ കെട്ടും, കുറച്ച് തൂക്കിയിടും. അങ്ങനെയുള്ളൊരവസ്ഥയായിരുന്നു എൻ്റെ അമ്മയുടെ അവസ്ഥ. അപ്പോൾ എവിടെ കീറപ്പഴന്തുണിയുണ്ട് അവിടെ ക്രിസ്തു ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കീറപ്പഴന്തുണിയുണ്ട്. പക്ഷേ എനിക്ക് വന്ന് എൻ്റെ കീറപ്പഴന്തുണി, ഞാൻ കണ്ട കീറപ്പഴന്തുണി, എൻ്റെ അമ്മ കീറി വെച്ചേക്കുന്ന കീറപ്പഴന്തുണി ക്രിസ്തു ഉണ്ട് എന്ന് ആ ബ്രദർ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ കീറി വെച്ചേക്കുന്ന കീറപ്പഴന്തുണി ക്രിസ്തുദേവൻ പറന്ന് നിൽക്കുന്ന കാഴ്ച ഞാൻ ഡിവൈനിൻ്റെ കസേരയിൽ ഇരുന്ന് കാണുവാണ്. ഞാൻ സന്തോഷഭരിതിയായി. എന്നിട്ട് ഈ പരിസരം പോലും മറന്ന് ഞാനിങ്ങനെ ആനന്ദഭരിതി ആകുമ്പോൾ അടുത്തിരിക്കണവർ തന്നെ എൻ്റെ നേരേക്ക് നോക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ ഈശോ എൻ്റെ അമ്മ ഈ കീറി വെച്ചേക്കണ കീറപ്പഴുന്നുണി എൻ്റെ അമ്മയുടെ ഒപ്പം നിൽക്കുന്നു. സന്തോഷമായി, എനിക്ക് സന്തോഷമായി. അങ്ങനെ ആ 4ാമത്തെ ദിവസം വീണ്ടും എനിക്കൊരു അനുഭവം ഉണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ സ്റ്റേജിൻ്റെ ഒരുവിധം മുമ്പിലായിട്ടായിരിക്കുന്നത്. അപ്പോൾ പ്രഭാതത്തിൽ ഇങ്ങനെ നമുക്ക് ആ സൂര്യൻ്റെ ചായ്വ് ആ സ്റ്റേജിൻ്റെ സൈഡിൽ കൂടെ വന്നിങ്ങനെ എൻ്റെ ഈ ചെകിട്ടുകുറ്റിയിലൊക്കെ ഒരു ചൂടടിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ വൈകുന്നേരം നമ്മുടെ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ആരാധന എഴുന്നള്ളിച്ച് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ചെകിട്ടുകുറ്റി ഇങ്ങനെ ചുട്ടുപൊള്ളുക. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, സൂര്യൻ്റെ ചൂടടിക്കണോണ്ടാണ്. അപ്പോൾ ഞാൻ വാച്ച്മേൻ നോക്കിയപ്പോൾ 6 മണി കഴിഞ്ഞു. ഇത് സൂര്യൻ്റെ ചൂടൊന്നും അല്ലെന്ന് ബോധ്യമായിട്ട് ഞാൻ വീണ്ടും കണ്ണടച്ച് ഞാനിങ്ങനെ കര ഉയർത്തി എനിക്കറിയാവുന്ന പോലെ ഞാനിങ്ങനെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ നെറുകന്തല മുതൽ ഉള്ളംകാല് വരെ ഒരു പിരുപുരോഹമെന്നൊരു പെരുപ്പൽ എനിക്ക് ഉണ്ടായി. ആ നിമിഷം എന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പ് രക്തസ്രാവക്കാരിയെ തൊട്ട് സുഖപ്പെടുത്തിയ ഈശോ ഈ പാപിയിൽ 1ാമത്തവളായ എന്നെയും അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തി അവിടുത്തെ വചനം പൂർത്തീകരിച്ചു. സൗഖ്യം കിട്ടിയച്ചാ. എനിക്ക് ഭയങ്കര സൗഖ്യമായി. അപ്പോൾ ഞാൻ അങ്ങനെ ആ ധ്യാനം അവസാനിച്ച് ഒത്തിരി സന്തോഷത്തോടെ ഞാൻ വീട്ടിലേക്ക് പോകണം. ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബാഗ് ഒരു തോളയിൽ നല്ല വെയിറ്റാണ്, തുണി മുഴുവൻ ഫുള്ളായിട്ട് തുണിയുള്ളതുകൊണ്ട് ഈ തോളയിൽ ഈ ബാഗ് ഇട്ടിട്ട് എനിക്ക് തോളൊടിഞ്ഞു പോകുന്ന രീതി ഭാരം. പക്ഷേ ഞാൻ ആ ബാഗ് ഊരി വയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മ കിടക്കുന്ന മുറിയിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞില്ലേ ചാച്ചീട്ടിലാണ് അമ്മ കിടക്കുന്നത്. അമ്മ ഞാൻ നോക്കുമ്പോൾ ഒരു മുണ്ടുടുത്തിരിക്കണോ അച്ഛാ, ഒരു മുണ്ടെടുത്തിരിക്കണം. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ അമ്മ മുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അമ്മയെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി പെട്ടെന്ന് പെരക്കകത്ത് നിന്ന് ഇറങ്ങി വന്നു. ചേട്ടാ നമ്മുടെ അമ്മ മുണ്ടെടുത്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. എടി ഇന്നലെ വൈകുന്നേരം ഞാൻ ചായ കൊണ്ട് കൊടുത്തപ്പോഴുണ്ടല്ലോ ഈ അമ്മ ഒരു കഷ്ണം തുണി കീറിയ ഒരു കഷ്ണം തുണി പാട്ടിന് കൊടുത്തേക്കണം. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഒരു നല്ല മുണ്ടെടുത്തുകൊണ്ട് കൊടുത്തു. അപ്പോൾ എന്നെ അന്നേരം അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡിവൈനിൽ പോയി ധ്യാനം കൂടണം. മാനസിക രോഗിയായ അമ്മേനെ കൊണ്ടുപോയിട്ടില്ലെങ്കിലും നമ്മൾ ആ പോയിരുന്ന ധ്യാനം കൂടുമ്പോൾ വീട്ടിലിരിക്കണം മാനസിക രോഗിക്ക് പോലും സൗഖ്യം കൊടുക്കുന്ന ഒരു ദൈവം. എൻ്റെ കണ്ണ് നിറഞ്ഞു വെച്ചാൽ ആ നിമിഷം. എന്നെ സ്പർശിച്ച വചനം ക്രിസ്തുദേവൻ പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ് പുൽക്കൂട്ടി പൂജാതിനായി എന്ന് പറയുമ്പോൾ ഞാൻ ആനന്ദഭരിതയായ ആ നിമിഷം തന്നെ എൻ്റെ അമ്മയെ എൻ്റെ ദൈവം മുണ്ടുടിപ്പിച്ചിരുത്തി. തുടർന്നുള്ള എൻ്റെ ജീവിതം ഒത്തിരി തിക്ത അനുഭവത്തിലൂടെയാണ് അച്ഛൻ പോയത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഈ ഒരു കാര്യത്തിനെ ദൈവം വിടുതൽ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 24 മണിക്കൂറും ചീത്ത പറയുള്ളൂ, രോഗമൊക്കെ അങ്ങനെ തന്നെ പോയി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തല ഉയർത്തി പിടിച്ച് പ്രാർത്ഥന കൂട്ടായ്മയും പോകുമ്പോഴുള്ള കടം കൊണ്ട് എന്നാലും ഞാൻ പ്രാർത്ഥന ഗ്രൂപ്പ് കൂട്ടായ്മയിലേക്ക് പൊക്കോണ്ടൊക്കെ ഇരുന്നു. അങ്ങനെ കുറേ മാസങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ ജീവിത പങ്കാളി പണിക്ക് പോയേക്കുവാണ്. അപ്പോൾ അന്ന് റബ്ബറിന് പ്ലാറ്റ്ഫോം പൊട്ടനൊക്കെ പണിയുണ്ട്. അപ്പോൾ അത് വൈകുന്നേരമായിട്ട് വരത്തുള്ളൂ. അപ്പം ഞാനുണ്ടല്ലോ അച്ഛാ, അന്ന് ഞങ്ങൾക്ക് പശു, കിടാവ്, ആട്
മൃഗങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ, പന്നി ഇതൊക്കെയുണ്ട്. അപ്പം ഞാൻ തനിയെ പുല്ല് പറിക്കാൻ പോയി. പുല്ല് പറിച്ചിട്ട് വന്ന് അപ്പോൾ ഞാൻ പുല്ലങ്ങ് കൊണ്ടിട്ടിട്ട് 2 മണിക്ക് എനിക്ക് പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പുല്ല് കൊണ്ടിട്ട വഴി തന്നെ എൻ്റെ അമ്മ സമയം ഉച്ചയായതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ചോറെടുത്ത് കൊടുത്തിട്ട് വേണം എനിക്കൊന്ന് ഫ്രഷായി എനിക്ക് ഗ്രൂപ്പിലേക്ക് പോകാൻ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ഫ്രഷ് ആകാതെ തന്നെ അമ്മയ്ക്ക് ചോറെടുത്ത് ഞാൻ അമ്മ കിടക്കുന്ന മുറിയിലേക്ക് ചെല്ലുവാണ്, ചാച്ചിയേട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എൻ്റെ അച്ഛൻ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുപോലുള്ള കാഴ്ചകളെ കണ്ടിട്ടുള്ളൂ. പക്ഷേ എങ്കിലും എന്നെ ആ നിമിഷം അത്യധികം എന്നെ വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യമായിട്ട് എനിക്ക് തോന്നി. എന്തെന്നാൽ ഞാൻ ഈ ചോറും കൊണ്ട് അങ്ങ് ചെല്ലുമ്പോൾ നെറുകന്തല മുതൽ ഉള്ളങ്കാല് വരെ മലമൂത്ര വിസർജനത്തിൽ കുളിച്ച് കിടക്കുന്ന എൻ്റെ അമ്മയെ ഞാൻ കാണുവാണ്. ഞാൻ ഈ ചോറും പാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഈശോയോട് പറയുകയാണ്, ഈശോയെ ഞാൻ എങ്ങനെയാണ് ഞാൻ ചോറ് കൊടുക്കുക എൻ്റെ അമ്മയ്ക്ക്? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ചോറ് കൊടുക്കുന്നില്ല ഇപ്പം. ഞാൻ എൻ്റെ അമ്മയെ ചങ്ങലയിൽ നിന്ന് അഴിച്ച് കുളിപ്പിച്ചതിന് ശേഷം, അന്ന് നമുക്കിതുപോലെ കറണ്ടില്ല, മോട്ടറില്ല, ഒന്നുമില്ല. ഞാൻ വേഗം തന്നെ ചോറടുക്കളയിലേക്ക് കൊണ്ടുപോയിക്കണം. വേഗം കിണറ്റിലേക്ക് പോയി ഒരു വലിയ പാത്രം കിണറ്റിൽ കൊണ്ടുവച്ച് നിറച്ച് വെള്ളം കോരി സോപ്പും ചകരിയൊക്കെ കൊണ്ടുവച്ചു, ഇടാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവച്ചു. ചങ്ങലയുടെ താക്കോലെടുത്ത് കൈ പിടിച്ചു. ജീവിത പങ്കാളി അവിടെ ഇല്ലാതെ അഴിക്കാനുള്ളൊരു ധൈര്യം നമുക്കില്ല. കാരണം ചില സമയങ്ങളിൽ അമ്മ ഓടിയൊക്കെ പോകും. പക്ഷെ ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെ അഴിച്ച് കുളിപ്പിച്ചതിന് മാത്രമേ ചോറ് കൊടുക്കൂ. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈശോയെ എൻ്റെ അമ്മയുടെ എല്ലാവിധ സംരക്ഷണവും എൻ്റെ ചെറുകിൻ കീഴിലായി തീരണമേ. ഇന്നത്തെ പോലെ ഒരു പ്രാർത്ഥനയല്ല അച്ഛാ, എൻ്റെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥന ഇങ്ങ് വന്ന് ഞാൻ ഈ ചങ്ങലയുടെ പൂട്ടഴിക്കുമ്പോൾ ഈ ചങ്ങല പൂട്ടഴിക്കാൻ അമ്മ കാലിങ്ങ് നീട്ടി തന്നു. ഞാൻ പൂട്ടഴിച്ചു. അമ്മ ഒരു അനുസരണയുള്ളൊരു കൊച്ചിനെ പോലെ അനുസരിച്ച് കിണറ്റുകരയിലേക്ക് വന്നു. ഞാനൊരു കുഞ്ഞു കൊച്ചിനെ കുളിപ്പിക്കണ രീതിയിൽ അമ്മേനെ ഫ്രഷായി കുളിപ്പിച്ച് സോപ്പും ചവരിയൊക്കെ തേച്ച് കുളിപ്പിച്ച് ഞാൻ ഡ്രസ്സൊക്കെ ഇടിയിച്ച് അമ്മയ്ക്ക് ചോറെടുത്തുകൊണ്ട് കൊടുത്തു. കൊടുക്കുമ്പോൾ ആ മുറി വെച്ചല്ല കൊടുക്കണേ, ഞങ്ങൾ കിടക്കണ എടുത്ത് തന്നെ കൊണ്ടുപോയി അമ്മേനെ ഇരുത്തി അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു. ഞാൻ ഈശോയോട് പറഞ്ഞു, അമ്മ ചോറ് കഴിക്കട്ടെ, ഞാൻ മുറി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മുറി ക്ലീൻ ചെയ്യണു. പിന്നീട് ഞാൻ ആ ചങ്ങലയിൽ ആ അമ്മേനെ പൂട്ടാൻ എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടില്ല. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി അച്ഛാ. അതുപോലെ പിന്നെ ഞാൻ 1-2 കാര്യമോടെ പറയട്ടെ. പിന്നെ എൻ്റെ മോന് 97 ആയപ്പോഴത്തേക്കും മോനെ ദൈവം വിടിവിച്ചു. അതായത് മരുന്നുകളൊന്നും കൊടുക്കാതെ തന്നെ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ്റെ ശരീരത്തിനൊക്കെ ഒരു അയവ് വന്നു. മരുന്നുകളിൽ കൂടി തന്നെ പതുക്കെ ഇതായി മാറ്റി, ശരീരമൊക്കെ ചൊങ്ങാൻ തുടങ്ങി. കുഴപ്പമൊന്നുമില്ല മോൻ്റെ. അപ്പോൾ ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഈ അമ്മയൊക്കെ ഇത്ര ഇങ്ങനെ പാഴാക്കിയിരിക്കണമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അമ്മേനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചങ്ങല പൂട്ടുന്നില്ലെങ്കിലും നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ഞങ്ങൾ കിടക്കുന്ന മുറി തന്നെ കട്ടിലിൽ പൂട്ടിയിടും, പൂട്ടിയിടും. അപ്പോൾ നമ്മുടെ മുറി തന്നെയായി അമ്മ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആളുകൾ പറയാൻ ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അമ്മ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ നിങ്ങൾ യേശുവെ വിശ്വസിക്കണു, ക്രൈസ്തവരാണല്ലോ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു, എന്നായാലും ദൈവം നയിക്കണ പോലെ വരട്ടെ, ഞങ്ങളുടെ പെരയൊന്ന് പണിതിട്ടെ മാമോദീസ സ്വീകരിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ലോൺ കിട്ടണം. ഞങ്ങൾ പെര പണിതുകൊണ്ടിരിക്കുന്ന സമയം, പെര പണിയണതിന് മുമ്പ് തന്നെ അച്ഛാ, പെട്ടെന്ന് അത് ഞാൻ ഇച്ചിരി പറയാൻ വിട്ടുപോയ കാര്യമാണ്. ഞാൻ പെര പണിയണതിന് മുമ്പ് തന്നെ ഈ ആളുകളുടെ ഇങ്ങനെ ഈ പറച്ചിലും നിർബന്ധമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ജീവിത പങ്കാളി ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കൂടാനായിട്ട് ഇടയായി. അപ്പോൾ ആ ധ്യാനത്തിൽ ഒരു 350 പേരടങ്ങുന്ന ഒരു ധ്യാനമായിരുന്നു. ആ ധ്യാനത്തിൽ 2 ഹൈന്ദവർ മാത്രമേ അന്ന് ധ്യാനിക്കുന്നുണ്ടായിരുന്നുള്ളൂ, യാണങ്ങളിൽ. അപ്പോൾ അതൊരു അത്ഭുതകരമായ ഒരു ഇതായിരുന്നു. ഇപ്പോൾ നമ്മളൊരു ധ്യാനത്തിന് വന്നു കഴിഞ്ഞാൽ അനേകർ അക്രൈസ്തവരാണല്ലോ വന്നെ. ആ ധ്യാനത്തിൽ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടുത്തെ അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരു അക്രൈസ്തവ സഹോദരനെ കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന്. അപ്പോൾ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു, ചേട്ടനെ തന്നെ അനുഗ്രഹിക്കണം. എന്നായാലും ഈ ധ്യാനം കഴിഞ്ഞ് വന്ന വഴി എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, ഇനി നമുക്ക് പെരമണിയൊന്നും ഒന്നും നോക്കണ്ട, നമുക്ക് മാമോദീസ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട് വീണ്ടും 6 വർഷത്തോടെ മുന്നിട്ടു. 96 യേശുവിനെ അറിയുന്നു. 2002 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ പള്ളിയിൽ അന്നിരിക്കുന്നത് പിന്നെ തോമസ് ചക്കാലക്കലച്ചനാണ്. അപ്പം ഞങ്ങൾ പള്ളിയിലൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങി അച്ഛാ. പള്ളിയിൽ പോകാൻ തുടങ്ങുന്നതിനകത്ത് ഒരു കാരണമുണ്ട്. ഞാൻ ഈ ഇതുപോലെയുള്ള അനുഭവം ഉണ്ടായി കഴിഞ്ഞ് 1 വർഷത്തോടെ കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് ഒന്നോടെ എന്നോട് സംസാരിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പാതിരാവിൽ ഇങ്ങനെ ഈശോ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഹെബ്രായർ 4:10 വായിക്കാൻ പറഞ്ഞു. മകളെ, ഹെബ്രായർ 4:10 വായിക്കുക. അപ്പം ഞാനൊരു ശനിയാഴ്ചത്തെ കൂട്ടായ്മയ്ക്ക് പോയിട്ട് വന്ന് ആ രാത്രിയിലാണ് ഈശോ എന്നോട് സംസാരിച്ചത്. അപ്പോൾ അന്ന് ഞാനിങ്ങനെ വിളക്ക് കത്തിച്ച് പെട്ടെന്ന് തന്നെ വിശുദ്ധ ഗ്രന്ഥം അടുത്തുണ്ട്. ഞാൻ തുറന്നു നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് കടക്കുന്നവർ തന്നെ പോലെ തന്നെ തൻ്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മെസ്സേജ് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ അന്ന് പോണ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ലീഡർ ഡിവൈൻ ധ്യാനമന്ദിരത്തിലും പോട്ട ആശ്രമത്തിലും വചനം പറയുന്ന ഒരു ബ്രദറാണ്. അപ്പോൾ ആ ബ്രദർ കൊളത്തുങ്കൽ സെബാസ്റ്റ്യൻ, ആ ബ്രദറിൻ്റെ പേര്.
ബോട്ടാശ്രമത്തിലൊക്കെ നന്നായിട്ട് ശുശ്രൂഷിക്കുന്ന ആളാണ്. അപ്പോൾ ആ ബ്രദറിൻ്റെ അടുത്ത് എൻ്റെ ജീവിത പങ്കാളി പാലും കൊണ്ട് ചെന്നപ്പോൾ ചോദിച്ചു, ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് എന്ന് രാത്രിയിൽ ഇങ്ങനെ ജലജിക്ക് ഇങ്ങനെ കർത്താവ് ഒന്ന് സംസാരിച്ചല്ലോ, ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഹെബ്രായർ 4:10 വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിലൂടെ എന്താണ് ഈശോ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു, നീ പാല് കൊണ്ട് കൊടുത്തിട്ട് വേഗം വാ, ഞാൻ എടുത്തു വയ്ക്കാമെന്ന് പറഞ്ഞു. വേഗം ഹെബ്രായർ 1 മുതൽ 10 വരെ വായിച്ചിട്ട് പറഞ്ഞു, ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങളുടെ ജോലിക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കരുത്, നിങ്ങൾ ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു എന്ന് പറയും. അതിനുശേഷം എൻ്റെ ജീവിത പങ്കാളി എന്ത് പണിയുണ്ടെങ്കിലും ഞായറാഴ്ച പണിക്ക് പോകില്ല. ഞാൻ അതിന് ശേഷം ഉള്ള എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധ ബലിയിൽ പോകാൻ തുടങ്ങി, തൊട്ടടുത്തുള്ള കൂട്ടുകാരിയുടെ കൂടെ. അങ്ങനെ ഞാൻ 1 വർഷം മുമ്പോട്ട് ഈ വിശുദ്ധ ബലിയിൽ പോയി എല്ലാവരും അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഞാൻ അരൂപിയെ സ്വീകരിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളി, അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി തൊട്ടടുത്തൊരു മാർക്കറ്റുണ്ട്, ചന്തയ്ക്ക് പോകും. അപ്പോൾ പുള്ളി ഞാൻ ചന്തയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാം വാങ്ങിച്ചു വയ്ക്കും. പക്ഷേ ഈ പുള്ളി ഞാൻ നോക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞ ഒരു ഞായറാഴ്ച ഞാൻ യാത്രയാകുമ്പോൾ പുള്ളി കിണറ്റുകരയിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് വന്ന് വെള്ളമുണ്ട് ഡബിൾ എടുത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇന്ന് വെള്ളമുണ്ട് അല്ല കൈലുമുണ്ട് എടുത്തോണ്ട് ചന്തയ്ക്ക് പോകാനുള്ള ദൂരമുള്ളൂ അച്ഛാ, അപ്പോൾ അത് കാരണം കൈലുമുണ്ട് എടുത്തോണ്ടാണ് പോകാറ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന് വെള്ളമുണ്ട് എടുത്തോണ്ടാണ് പോണത്? അതേടി ഇന്ന് ഞാൻ വെള്ളമുണ്ട് എടുത്തോണ്ട് ചന്തയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. പുള്ളി അങ്ങ് ചിരിച്ചു കൂളായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കൂടി അങ്ങ് പോവുകയും ചെയ്തു. അന്ന് ഞങ്ങൾക്ക് സൈക്കിൾ മാത്രമേ ഉള്ളൂ. ഈ പുള്ളി സൈക്കിളും എടുത്തോണ്ട് അന്ന് പള്ളിയിലേക്കാണ് വന്നത്. അപ്പം ഞാൻ വിശുദ്ധ കുർബാനയിൽ ഒരുവിധം മുൻപിൽ നിന്നാണ് ഞാൻ വിശുദ്ധ കുർബാന കൂടുന്നത്. അപ്പം ഞാനിങ്ങനെ ഈ സർവാധിപനാം കർത്താവെ ആ ഭാഗം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ തല കുമ്പിട്ടിട്ട് ഇങ്ങനെ നിവർത്തുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻ്റെ ജീവിത പങ്കാളി എന്നേക്കാൾ ഭക്തിയോടുകൂടി വിശുദ്ധ കുർബാന പങ്കുകൊള്ളുവാണ്. അപ്പം ഞങ്ങളുടെ ഈ പോക്കും വരവും എല്ലാം കണ്ടിട്ട് ഞങ്ങളുടെ ഇടവകയിൽ തന്നെ വികാരി അച്ഛൻ ഞങ്ങളെ ഒരു ദിവസം വിളിച്ചേച്ച് പറഞ്ഞു, നിങ്ങളെല്ലാ സാബത്ത് ദിനങ്ങളിലും ഇവിടെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഈശോയുടെ ജനന, ഉദ്ധാനം, പിറവി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടല്ലോ, എന്നാൽ നിങ്ങളുടെ പിള്ളേരെ ഇവിടെ സൺഡേ ക്ലാസ് വിട്ടുകൂടുമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ പിള്ളേർ വലിയ പിള്ളേരല്ലേ അച്ഛനെ ഇരുത്തോന്ന് അറിയത്തില്ലാത്താണെന്ന് പറഞ്ഞു. അത് സാരമില്ല, പിള്ളേരെ വിട്ടു 5ലും 6ലും ആയിട്ട് ഇരുത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇരുത്തി. അപ്പം ഞങ്ങൾ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോഴാണ് ഈ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, ഇനി മാമോദിസ സ്വീകരിച്ചിട്ട് നമുക്ക് പെരമണിയും കാര്യങ്ങളൊക്കെ മതി എന്ന് പറഞ്ഞ് അച്ഛനോട് ചെന്ന് പറഞ്ഞു. അതനുസരിച്ച് അച്ഛൻ സമ്മതിച്ചു. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ അവിടുത്തെ കൈക്കാരൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ്. ആ കൈക്കാരനെ കൊണ്ട് റെഫായിട്ടൊരു എഴുത്ത് എഴുതിച്ചു. ആ എഴുത്ത് 2 ദിവസം കഴിയുമ്പോൾ പിതാവിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അന്ന് ഞങ്ങൾക്ക് ഫോണൊന്നുമില്ല, ലാൽ ഫോൺ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ട്. 2-ാം ദിവസം ആണതിന് മുമ്പ് പിറ്റേ ദിവസം തന്നെ ഈ അച്ഛൻ ഈ കൈക്കാരനെ കൊണ്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പിതാവിൻ്റെ അടുത്തൊന്നും പോകണ്ട, ചക്കാലക്കലച്ചനോട് പറഞ്ഞേക്കണത് അവർക്ക് മാമോദീസ അവിടെ കൊടുത്തു, എൻ്റെ അടുത്തേക്കൊന്നും വരണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ ആ ഇടവപ്പള്ളിയിൽ തോമസ് ചക്കാലക്കലച്ചൻ, തിരുമാറടിപ്പള്ളിയിൽ ഇരിക്കുന്ന തോമസ് പുല്ലാട്ടച്ചനും കാക്കുപള്ളിയിൽ ഇരിക്കുന്ന തോമസ് ചക്കാലക്കലച്ചൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ ഇടവകയിലുള്ള മുഴുവൻ ജനങ്ങളും തന്നെ, കൂടാതെ ഞങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികളും പ്രത്യേകം പറയാനുള്ളത്, മൂത്ത ഇപ്പൊ മാമോദിസ സ്വീകരിച്ചിട്ട് എത്ര വർഷമായി? ഇപ്പം 2002 നവംബർ 23. 22 വർഷത്തോളമായി അല്ലേ? ഓക്കെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ ഈ ജലജ ചേച്ചിയുടെ ജീവിത അനുഭവങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാറുന്നു. ഞാനിങ്ങനെ ആസ്വദിച്ചിരുന്ന് കേൾക്കുവാതെ, കാരണം ഒരു കഥ കേൾക്കുന്ന അത്രയേറെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതാനുഭവം. ജീവിതത്തിൽ കടന്നുപോയ വേദനകൾ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്താണ്. ആയുസ്സിൻ്റെ ഒരു കാലഘട്ടം മുഴുവൻ കടന്നുപോയ വലിയ തകർച്ച, അച്ഛൻ്റെ കാര്യം, അമ്മയുടെ കാര്യം, വിവാഹം കഴിഞ്ഞ മകൻ്റെ കാര്യം, സ്വന്തം ആരോഗ്യം, മുഴുവൻ പ്രശ്നങ്ങളാണ്. പക്ഷെ അതിൻ്റെ നടുവിലൂടെ എല്ലാം കടന്നു പോയിട്ട് ഈശോ അങ്ങ് സ്നേഹിച്ച് സ്വന്തമാക്കി ഇപ്പം ഇരുന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ചിന്തിച്ചേ, അധികമൊന്നും പഠിക്കാൻ പറ്റിയില്ല അച്ഛാന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഞാൻ ആ പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ വ്യക്തമായ സ്ഫുടതയുള്ള വാക്കുകളൊക്കെ വെച്ച് പക്വതയോടെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ദൈവം എടുത്ത് ഒരുക്കി ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചു. മനോഹരമായ ഒരു സാക്ഷ്യം. ഒരു മകൾ എങ്ങനെയാ യേശുവിനെ അറിഞ്ഞ് ഇപ്പൊ യേശുവിൻ്റെ മകള് ജലജ ആരായി മാറി? ഇപ്പൊ പേര് ജലജ മേരി ആയിട്ട് മാറി. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ചില ജീവിതങ്ങളെ ദൈവം ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വലിയ സാക്ഷ്യങ്ങളായിട്ട് എടുത്തുയർത്തുന്നതിനോർത്ത് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കാനും നമുക്കും കൂടുതൽ വിശ്വാസവും ബോധ്യമൊക്കെ ആകട്ടെ. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. കൈവച്ചാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ലെന്നുള്ളതാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് അത് കാരണമായിട്ട് മാറട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതാനുഭവങ്ങൾ, ദൈവം അനുഗ്രഹിച്ച അത്ഭുതകരമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ TV സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക്
വിളിച്ചറിയിക്കുക. അത് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഉതകുന്ന നല്ല സാക്ഷ്യങ്ങളാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൽ ഞങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥനയിൽ കണ്ടുമുട്ടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.